വിശ്വാസത്തിൻ്റെ മേഖലകളിൽ വന്നുപോയ വീഴ്ചകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല്ല് ചലിക്കുന്നതും പട്ടി കുടയുന്നതിൻ്റെയും കണക്ക് വെച്ചുകൊണ്ട് ജാതകത്തിൻ്റെയും കൈനോട്ടത്തിൻ്റെയും വാലഭരത്തിൻ്റെയും വിശ്വാസത്തിലാണ് എൻ്റെ എൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത്. എന്തിലാണ്? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണോ അതോ മറ്റ് വിശ്വാസങ്ങളിലാണോ? ഈ ചില മുറിവുകളുണ്ടല്ലോ, നിസ്സാരമൊന്നുമല്ല. നല്ല ജോലി, കാഴ്ചയ്ക്ക് നല്ല സുമുഖൻ, ഭാര്യയെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്ര സൗന്ദര്യമൊന്നുമില്ല. ഒറ്റ വാക്ക്, പണം കണ്ടാണോ കിട്ടിയത്? ഒറ്റ ചോദ്യം. ആ ഒരു മുറിവ് വെറുപ്പായി, സമൂഹത്തോടായി, ചുറ്റുപാടായി ഉൾക്കൊള്ളാൻ പറ്റാതെയായി. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവണ്ണം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? സൗന്ദര്യമാകാം, കഴിവാകാം, അതല്ലെങ്കിൽ അവരുടെ ജീവിത വിശുദ്ധിയാകാം, പ്രാർത്ഥനയാകാം. ഈ കമ്പാരിസൺ, ഈ സ്വഭാവം, ഇതിൻ്റെ മേഖലയിൽ എനിക്ക് വന്ന വീഴ്ചകൾ കുമ്പസാരത്തിൽ നന്നായിട്ട് പറയേണ്ട മേഖലയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ പറ്റാതെ പകരം മറ്റൊരു സ്ഥാനം, മറ്റൊരു വ്യക്തി, മറ്റൊരു സങ്കല്പത്തെ കണ്ടുകൊണ്ട് ഞാൻ നടത്തിയ കുടുംബജീവിതത്തിൻ്റെ ഓർമ്മകളോ ഓട്ടങ്ങളോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ കുമ്പസാരത്തിൽ നന്നായിട്ട് ഏറ്റു പറയുക. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് വിശുദ്ധിക്കെതിരെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടോ? വിശുദ്ധിക്കെതിരെ. ഇനി കുടുംബജീവിതം ആരംഭിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റെപ്പിനി ഓടാൻ പോയിട്ടുണ്ടോ? പാപങ്ങളുടെ വീഴ്ച വന്നു പോയിട്ടുണ്ടോ? രഹസ്യമായോ പരസ്യമായോ പുറത്തു പറയാൻ പറ്റാത്തവണ്ണമുള്ള പാപത്തിൻ്റെ മേഖലകൾ കണ്ടുപിടിക്കുക. ലജ്ജ കൂടാതെ, ഭയം കൂടാതെ ഏറ്റുപറയുക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബത്തെ, മാതാപിതാക്കളെ ഏതെല്ലാം തരത്തിൽ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട് വേദനിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കെൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബക്കാരോട് ചെയ്തു കൊടുക്കാവുന്ന നന്മകൾ എന്തെല്ലാം വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് കുറച്ചും കൂടി ഇന്ന് ശുശ്രൂഷ ചെയ്യാമായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഞാൻ കുറച്ചും കൂടി പരിഗണന കൊടുക്കാമായിരുന്നു. അതൊരു കുറ്റപ്പെടുത്തലോ ഏങ്ങലടിയോ ആകരുത്. ബോധപൂർവം ചെയ്യാമായിരുന്ന നന്മകൾ മറച്ചു വെച്ചതോ ബോധപൂർവം അവഗണിച്ചതോ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇതാണ് നമ്മുടെ ഈ ദമ്പതി ധ്യാനത്തിന് നമ്മൾ കുമ്പസാരിക്കേണ്ട മേഖലകളെന്ന് തിരിച്ചറിയുക. കുമ്പസാരിക്കാൻ നേരത്ത് നമുക്കുണ്ടാകുന്ന ചില പ്രത്യേകതകളാണ് ഭയം, ആകുലത, ടെൻഷൻ, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, പാപം അകത്ത് കിടക്കുമ്പോൾ ഈ പിശാചിൻ്റെ സ്വാധീനം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ അസ്വസ്ഥതയാണത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ വികാരപ്രകടനമല്ല കുമ്പസാരം. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കുറേ ഏങ്ങലടികളും കുറേ വികാരപ്രകടനങ്ങളല്ല കുമ്പസാരം. ഞാൻ നേരത്തെ ഒരു സംഭവം സൂചിപ്പിച്ചു. പ്രകടിപ്പിക്കാൻ പറ്റാത്തവണ്ണം വെറും കരച്ചിലും വെറും പൊട്ടിത്തെറിയുമായി നമ്മൾ മാറുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയത് മറ്റു വ്യക്തികൾ എന്നോട് ചെയ്തു കിടക്കുന്ന പാപത്തിൻ്റെ ചെറിയ മുറിവുകൾ കൂന കൂട്ടി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ജീവിത പങ്കാളി, അവിടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും മുറിവുകൾ എൻ്റെ മനസ്സിന് വിഷമമായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അതൊക്കെ ക്ഷമിച്ച് ഏറ്റുപറയണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കൽപ്പനകൾ വ്യക്തിപരമായിട്ടോ ഇനി കുടുംബം ഒന്നിച്ചോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾ എഴുതി കുമ്പസാരിക്കണം. ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ്, എല്ലാ കാര്യത്തിലും ഒന്നാണെങ്കിലും പാപം മാത്രം ഒരിക്കലും അറിയാനോ കേൾക്കാനോ ഇടയാകരുത്. 2000 ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ ഈ ധ്യാനം ഞാൻ അന്ന് വയനാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് വയനാട്ടിലൊരു പള്ളിയിലാണ് അന്ന് ധ്യാനം നടക്കുന്നത്. കാര്യമായിട്ടൊന്നും നമുക്ക് ധ്യാനത്തിന് സൗകര്യങ്ങളൊന്നുമില്ല. ആളുകളോട് രാവിലെ വരാൻ പറയും, ധ്യാനം തുടങ്ങും, വൈകുന്നേരം വീടുകളിൽ പൊക്കോളാൻ പറയും. വീടുകളിൽ പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഒരു അസൈൻമെൻറ്റ് കൊടുത്തുവിട്ട് ഇങ്ങനെയാണ്: ഭാര്യയും ഭർത്താവും അവനവൻ്റെ പാപങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് എഴുതി നാളെ കുമ്പസാരത്തിന് വരണം. അങ്ങനെ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി ആത്മാർത്ഥമായിട്ട് ധ്യാനം കൂടി. ഭാര്യ റൂമിലിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന്, കാരണം ഭാര്യമാരുടെ എഴുത്ത്, അച്ഛൻ തിരുമേനി പറഞ്ഞല്ലേ,
ഭാര്യയുടെ സൈക്കോളജിയും ഭർത്താവിൻ്റെ സൈക്കോളജിയും രണ്ടും രണ്ടായതുകൊണ്ട് ഭാര്യയ്ക്ക് ചിലപ്പോൾ 3 പേജ് വേണം കുമ്പസാരിക്കാൻ, ഭർത്താവിന് ചിലപ്പോൾ 1 പേജ് മതി. കണ്ടൻറ്റ് അങ്ങനെ പറയും, മറ്റേ ചിലപ്പോൾ കണ്ടൻറ്റ് പറയില്ല, ചിലപ്പോൾ ഒത്തിരി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ 11:30-12 മണി വരെ ആയപ്പോഴും ഭർത്താവ് ഒരു 10:30 ആയപ്പോഴേക്കും ഓഫാവാൻ തുടങ്ങി. കാരണം എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി പിന്നെ ഈ പരീക്ഷ പേപ്പറിൽ എഴുതുന്ന പോലെ ഇതെല്ലാം തിരിച്ചും മറിച്ചും നോക്കി അത് എണ്ണിക്കൊണ്ടിരിക്കുക എന്നല്ലാതൊന്നുമില്ല. പക്ഷേ ഭാര്യയുടെ എഴുത്ത് കണ്ടപ്പോൾ ഭർത്താവിന് സഹിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 11:30, 12:30, 1:30. അതിനിടയ്ക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യം മയങ്ങിപ്പോയി. എന്താണിത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഭർത്താവിന് ഇരിക്കപ്പുറത്തിയില്ല. 3 മണി ആയപ്പോഴേക്കും പാവം ഭാര്യ തളർന്നുറങ്ങിപ്പോയി. 3 മണി ആയപ്പോഴേക്കും ഭർത്താവ് മെല്ലെ എഴുന്നേറ്റ് ആരും കാണാതെ സൂത്രത്തിൽ പോയി എന്തു ചെയ്തു? ഭാര്യ എഴുതിയ പേപ്പറെല്ലാം ഒന്ന് വായിച്ചു. പിന്നെ ഒന്നും സംഭവിച്ചില്ല. പേപ്പറെല്ലാം എന്തു ചെയ്തു? പഴയതുപോലെ വെച്ചു. പക്ഷേ ആ ധ്യാനം പോയിട്ട് പിന്നെ ഒരു 5-6 ധ്യാനം ഈ ഭർത്താവ് കൂടിയില്ല. ഭർത്താവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു 5-6 ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന വ്യക്തി, ഞാൻ ചോദിച്ചു, നല്ല ശുശ്രൂഷയിലും നല്ല ധ്യാനത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ, എന്താ ഒരുമാതിരി ഈ കോഴി കൂട്ടിക്കിടപ്പുണ്ട് കുറുക്കം പമ്മി നടക്കുന്ന പോലെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നത് നമുക്ക്. അപ്പോൾ ഷെയർ ചെയ്തപ്പോഴാണ് പറഞ്ഞത്, അച്ഛാ എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരു പുരോഹിതന് മാത്രമേ കുമ്പസാര രഹസ്യങ്ങൾ കേൾക്കാനും അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയുള്ളൂ. ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് പുരോഹിതന്മാരല്ലാത്ത വ്യക്തികൾ പാപം കേട്ടത് വഴി ഉണ്ടായ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. വിദേശത്തുള്ളൊരു വ്യക്തി നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ യാത്ര, അവരത്രയും ഫ്രണ്ട്സാണ്, ഭാര്യയും ഭർത്താവും അത്രയും ഒറ്റ ഹൃദയവും ഒറ്റ മനസ്സും, അങ്ങനെ എല്ലാം ഒന്നിച്ച് നടക്കുന്നവരാണ്. ചെറിയ കാര്യം പോലും ഫോൺ വിളിച്ച് പറയും. അപ്പം ഭർത്താവ് വിളിച്ച് ഭാര്യയോട് പറഞ്ഞു, എടി ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ നേരത്ത് എനിക്കിങ്ങനെ പെട്ടെന്നൊരു വികാരം ഉണ്ടാകുകയും ഞാൻ പെട്ടെന്നൊരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി, പക്ഷേ കർത്താവിൻ്റെ ഫോട്ടോ കണ്ടതോടെ എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാനിങ്ങ് തിരിച്ചു വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഓർത്താൽ മതി, കർത്താവ് കരുണ കാണിക്കും എന്നൊക്കെ ഉപദേശം കൊടുത്തെങ്കിലും ഭർത്താവ് അത് അടുത്ത് കുമ്പസാരത്തിൽ പോയി കുമ്പസാരിച്ചു, പാപം ഏറ്റു പറഞ്ഞ് അങ്ങ് ഉപേക്ഷിച്ചു. ഭാര്യ ആ സാധനം മറന്നില്ല. 6 മാസം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യ സംശയരോഗിയായി തീർന്നു. പാപം ചെയ്തതാരാ? ഭർത്താവ്. കേട്ടതാരാ? ഭാര്യ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടാണ് ദൈവം സ്ത്രീകൾക്ക് പൗരോഹിത്യത്തിൻ്റെ മേഖല കുമ്പസാരത്തിന് അവകാശം കൊടുക്കാതിരുന്നത്. അല്ലാതെ തന്നെ കേട്ടിട്ട് നെഞ്ചിപ്പോൾ ഈ പരുവത്തിലായിരിക്കുന്നത്. കാര്യം കേൾക്കാനുള്ള വിശാലമായ ഷോറൂം പോലെ നമ്മുടെ മനസ്സുണ്ടേ, പക്ഷേ ടോളറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ പലപ്പോഴും ഭർത്താക്കന്മാരൊക്കെ ചിലയിടത്തൊക്കെ പോയി പെട്ടുപോയിട്ട് ആ കുറ്റബോധത്തിൽ ചിലപ്പോൾ പറയും, എടീ അബദ്ധം പറ്റിപ്പോയി കേട്ടോ. എങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ കുടുംബജീവിതം തകർന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പിന്നെ എന്നാണെന്നറിയോ, ഈ മനുഷ്യൻ അതെല്ലാം കഴിഞ്ഞ് കൂടുതൽ വിശുദ്ധനായി നന്മപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചുമ്മാതിരുന്ന് കർത്താവേ എൻ്റെ പാപങ്ങളുടെ മേ കരുണയായിരിക്കണമേ, ആ പാപിനിയായ സ്ത്രീയോട് കർത്താവ് എങ്ങനെയായിരിക്കും കരുണ കാണിച്ചത് എന്നോർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ നേരത്തായിരിക്കും ഭാര്യ വിളിക്കുന്നത്, മനുഷ്യ. കേട്ട് കാണൂല. അപ്പോൾ തന്നെ പറയും, എനിക്കറിയാം നിങ്ങളിപ്പോഴും മറ്റേ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ കുമ്പസാരത്തിലൂടെയും കഴിഞ്ഞു, പിന്നെ പാപവും എല്ലാം കളഞ്ഞാലും കേട്ട വ്യക്തിക്കാണ്. ചില അമ്മമാരുടെ പ്രത്യേകതയാണ് കേട്ടോ, മക്കൾ പ്രേമിച്ചത് പിടിക്കും, പ്രേമം പിടിച്ചു, അതോടെ ആ കൊച്ചെന്ത് ചെയ്തു, അപ്പനും അമ്മയ്ക്കും വിഷമം ഉണ്ടാകുമെന്ന് ഓർത്ത് ആ പ്രേമം അങ്ങ് ഉപേക്ഷിച്ചു. എന്നാലും 2 വർഷം കഴിയാൻ നേരത്ത് ആ കൊച്ചു വെറുതെ ചൂരടിച്ചിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഇച്ചിരി പൊടി പറ്റിയിരിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്ന് പോവുകയോ മനസ്സിന് എന്തെങ്കിലും സങ്കടം വന്നു കഴിയാൻ നേരത്ത് തള്ള ചെന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കും, എനിക്കറിയാടി നിൻ്റെ സ്വഭാവം, പണ്ടത്തെ കേസ് വിട്ടിട്ടില്ല അല്ലേ. ആ കൊച്ച് അത് അപ്പം തന്നെ വിട്ടതാണ്. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് ചൊറി കൊത്തി വീണ്ടും എന്തു ചെയ്യും, പഴയത് പൊക്കിയെടുത്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം.
അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ഭാര്യ കർത്താവിനോട് പറയേണ്ടത് ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കട്ടപ്പകയായി പോകും. ഭർത്താവ് കർത്താവിനോട് പറയേണ്ട കാര്യം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കട്ടപ്പകയായി പോകും. അതുകൊണ്ട് കുമ്പസാരം മാത്രം, പ്രത്യേകിച്ച് പാപങ്ങളുടെ മേഖല ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഈ ആളുകൾക്കൊരു സംശയമുണ്ട്, ഈ വൈദികരോട് ഈ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന പോലെയാണ് ഞങ്ങളും കാണുന്നതെന്ന്. പുരോഹിതന്മാരൊരിക്കലും അങ്ങനെ അല്ല സഹോദരങ്ങളെ, ഒരിക്കലും അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ധ്യാനത്തിന് ഇങ്ങോട്ട് പോന്നു, ഈ ധ്യാനത്തിനെ നിങ്ങളിങ്ങോട്ട് പോന്നു. അന്നേരമാണ് നിങ്ങളുടെ കുഞ്ഞ് 16 വയസ്സായ കൊച്ച് +1 പരീക്ഷ എഴുതാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ് അപ്പയും അമ്മയും പോയി ധ്യാനമൊക്കെ കൂട്, എനിക്ക് അപ്പോഴേക്ക് നന്നായി പഠിക്കാനൊക്കെ പറ്റും, അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിന് പോയാൽ മതി. അവൾ ഒരു ദിവസമൊക്കെ നന്നായി പഠിച്ചു. 2-ാം ദിവസം പഠിത്തം നടന്നുകൊണ്ടിരിക്കുക, തലവേദനയൊക്കെ ആയപ്പോൾ വീടിന് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ അയൽവാസി ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു, എന്താടി നീതികേട് നടക്കുന്നത്? ഓ ഒന്നുമില്ല, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പനും അമ്മയും എന്തി? അവർ ധ്യാനത്തിന് പോയിരിക്കുകയാണ്, തൂത്തുകുട്ടി ധ്യാന കേന്ദ്രത്തിൽ പോയിരിക്കുകയാണ്. അപ്പം നീ മാത്രം ഇവിടെ ഉള്ളോ? അതെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നിനക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, എല്ലാ സംശയം ഞാൻ പറഞ്ഞു തന്നേക്കാമെന്ന് പറഞ്ഞു. ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ചെറുക്കൻ വീണ്ടും വന്നിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്നാൽ എന്നാ പറ്റും? ഒരു കാപ്പിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, കുറച്ച് കാറ്റ് കൊള്ളുന്നത് നല്ലതാണ്, നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. തൊട്ടടുത്ത ചേട്ടനായി അല്ലേ, എന്നാൽ പിന്നെ പോയേക്കാന്ന് ഓർത്ത് നിങ്ങളുടെ മോള് ആ ബൈക്കിന് കയറി ടൗണെല്ലാം ഒന്ന് കറങ്ങി, പാടത്തിലൂടെയൊക്കെ ഒന്ന് പോയി 4 മണി കാറ്റിൽ പോയി ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് വന്ന് നന്നായിട്ട് ഇരുന്നു. 3-ാം ദിവസം ആ ചെറുക്കൻ വീണ്ടും ചോദിച്ചു, ഇന്ന് ഞാൻ സിനിമയ്ക്ക് പോകുന്നുണ്ട്, പോരുന്നുണ്ടോ? പുതിയ ജിമിക്കി കമ്മൽ വന്നിട്ടുണ്ട്, കാണാൻ പോയേക്കാന്ന് പറഞ്ഞു. അവളാണെങ്കിൽ പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ, പരസ്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. കണ്ടേക്കാമെന്നോർത്ത് അവൻ്റെ കൂടെ പോയി സിനിമയെല്ലാം കണ്ടു. നിങ്ങൾ ധ്യാനമെല്ലാം കഴിഞ്ഞ് പരിശുദ്ധാത്മാഭിഷേകത്തിൽ യൗസേപ്പിനെ പോലെയുള്ള ബോധത്തിൽ നീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കണ്ണടച്ച് തുറന്നാൽ നിങ്ങൾക്ക് സത്യം മുഴുവൻ വെളിപ്പെട്ട് കിട്ടും. ദർശനപരവും വിവേചനപരവും എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വീട്ടിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, മോളൊന്നും പഠിച്ചിട്ടില്ല, അവളെന്തോ ഉഴപ്പിയിട്ടുണ്ട്. നിങ്ങളമ്മയല്ലേ, അപ്പനല്ലേ, മക്കൾ ഉഴപ്പിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ലേ? നിങ്ങൾ ചോദിച്ചു, എന്താടി പഠിക്കാനൊന്നും പറ്റിയില്ലേ? ഞാൻ നന്നായി പഠിച്ചായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ 5-6 തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ ധ്യാനത്തിന് പോയതുകൊണ്ട് തല്ലില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കുമ്പസാരം പറയാൻ പോവുകയാണ്. അമ്മയൊക്കെ ധ്യാനത്തിന് പോയപ്പോൾ അയൽവാസി ചേട്ടൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, സിനിമയ്ക്ക് പോരണ്ടോയെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ആ ചേട്ടായുടെ കൂടെ സിനിമയ്ക്ക് പോയി. എന്ത് സുഖമെന്നറിയാം, ആ ചേട്ടായുടെ കൂടെ ബൈക്കിനും പോയി, പിന്നെ തിയേറ്ററിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പോയിരുന്നത്. അപ്പം നിങ്ങൾ ഈ ധ്യാനം കൂടിയിരിക്കുന്ന നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യും? കൈകളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവേ ഞങ്ങളിന്ന് ധ്യാനം കൂടിയ സമയത്ത് 16 വയസ്സായ ഞങ്ങളുടെ പെങ്കൊച്ചന് ഒരു സിനിമ കാണാൻ ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം പറയുമോ? പിന്നെ എന്നാ പറയുന്നേ? പിന്നെ വരവും നോക്കൂല, ദർശനവും നോക്കൂല, എന്താ സംഭവിക്കണമെന്ന് അപ്പം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഒരു നിലവിളി കണക്കാം അവിടെ. എൻ്റെ അമ്മോ, എൻ്റെ മോള് പോയോ എന്ന് ചോദിച്ചൊരു കരച്ചിൽ. ഭർത്താവ് പറയും, നീ മിണ്ടാതിരിക്കുക, നാട്ടുകാരറിയും, അതുകൊണ്ടൊന്ന് ശാന്തമാകുക. എനിക്കിപ്പം അറിയണം നീ എങ്ങനെയാണ്, അവരെ വിളിക്കുക, ഇവിടെ വിളിക്കുക, SP-നെ വിളിക്കുക, ആ വീട്ടുകാരെടുത്ത് പോകണം, എല്ലാം ഒരു ബഹളമയായിരിക്കും. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളിൽ ആരെങ്കിലും ആ സമയത്ത് മോളോട് പറയുക, മോളെ കൺഗ്രാജുലേഷൻ, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു, കാര്യം കല്യാണം കഴിഞ്ഞ് 17 വർഷമായി, നിനക്കിപ്പോൾ 16 വയസ്സ്, നിനക്കറിയാലോ നിൻ്റെ അപ്പൻ ഇന്ന് വരെ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണം നീ കണ്ടിട്ടുണ്ടോ മോളെ? അതും ബൈക്കിൻ്റെ പുറകിലിരുത്തി കൊണ്ടുപോകണം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ നിൻ്റെ അപ്പൻ എന്നെ കൊണ്ടുപോകുന്നു നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. മോളെ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാലക്കേടാടി, കിട്ടുന്ന അവസരം നന്നായിട്ട് നീ ഉപയോഗിച്ചോണം. കൺഗ്രാജുലേഷൻ മോളെ, നിനക്കങ്ങനെ പോകാൻ പറ്റില്ലോ. നിങ്ങളുടെ ഒന്നിച്ചാണ് അവിടെ ഇരുന്നേ, എങ്ങനെയുണ്ടായിരുന്നു അടി സിനിമ? ആസ്വദിച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾ? മോള് പറയുന്ന കാര്യം കേട്ട് നിങ്ങൾ ആസ്വദിക്കുമോ, അതോ നിങ്ങളുടെ വികാരം എന്തായിരിക്കും സഹോദരങ്ങളെ? എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോപമൊക്കെ ഉണ്ടെങ്കിൽ ആ മോളെ പിടിച്ച് തല്ലിയെങ്കിലും നിങ്ങളത് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടോ ഒന്നും മിണ്ടാതെ നിങ്ങൾ ആ നിങ്ങളുടെ കിടക്കുന്ന കട്ടിലേലോ നിങ്ങളുടെ മേശപ്പുറത്തോ തല കുനിച്ച് നിങ്ങൾ വാവിട്ട് കരയുന്ന കുറേ നിമിഷം ഉണ്ടാകും.
ആ സമയത്ത് നിങ്ങൾ പറയുന്ന കുറേ വാക്കുകളുണ്ട്. അതിലൊന്ന് ഇതായിരിക്കും: എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു, ഇല്ലെങ്കിൽ ധ്യാനത്തിന് പോകണ്ടായിരുന്നു, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിനിത് സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ പറയുമോ? അതോ ആദ്യത്തെ പോലെ കൺഗ്രാജുലേഷൻ പറഞ്ഞ് നിങ്ങളൊരു ഉമ്മയും കൊടുത്ത് ഇനിയും പൊക്കോളാൻ പറഞ്ഞ് അനുവാദം കൊടുക്കുമോ? ഇനി പോകുമ്പോൾ ചേട്ടായിനോട് പറഞ്ഞാൽ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണം, ഞാൻ ഇപ്പുറത്തിരുന്നോളാം നിങ്ങൾ പറയുമോ? പിന്നെ എന്നാ പറയുന്നേ? നിങ്ങളുടെ നെഞ്ച് തകർന്ന് നിങ്ങൾ വേദനിച്ച് നിങ്ങൾ കരയും. സ്നേഹമുള്ളവരെ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുന്നത്? എന്താണെന്ന് വിളിക്കുന്നത്? അച്ഛൻ, അപ്പൻ, ഫാദർ. യെസ്, നിങ്ങളെ വിളിക്കുന്ന വിളി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ പാപവും അച്ഛൻ്റെ ചെവിയിൽ വന്ന് പറയുമ്പോൾ, വ്യഭിചാരത്തിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനിങ്ങനെ രണ്ടടി ആ കസേരയിൽ നിന്ന് പൊങ്ങി ഒരു ഞരമ്പ് രോഗിയായിട്ട് വികാരം കൊണ്ട് വികാരിയായിട്ട് ആ കസേരയിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ആരും വിചാരിക്കരുത്. ആ വൈദികൻ ഇത്രേ ചിന്തിക്കുകയുള്ളൂ: ഞാൻ അല്പം കൂടി മെച്ചപ്പെട്ടൊരച്ഛനായിരുന്നെങ്കിൽ, ഞാൻ അല്പം കൂടി ഒന്ന് കരുതിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് വ്യഭിചാരത്തിന് പോകില്ലായിരുന്നു, മദ്യപാനത്തിന് പോകില്ലായിരുന്നു, അവൻ അപ്പനെ ഉപേക്ഷിക്കില്ലായിരുന്നു, അമ്മയെ ഉപേക്ഷിക്കില്ലായിരുന്നു, ശാബത്ത് വിശുദ്ധമായിട്ട് പാലിച്ചേനെ. ഇതോർത്ത് കരയുന്ന ഒരു പുരോഹിതനെയായിരിക്കും സത്യത്തിൽ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നിങ്ങൾ കാണേണ്ടത്. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നല്ല കുമ്പസാരം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് കുമ്പസാരം നടത്തിയിട്ട് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ചുമ്മാ അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ ഹൃദയം തുറന്ന് കണ്ണുനീരോടെയാണ് നിങ്ങളുടെ പാപം ഏറ്റു പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ ആ അച്ഛൻ കരഞ്ഞിരിക്കും സഹോദരങ്ങളെ. ഇനി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഏത് പള്ളിയിൽ ഒരു അച്ഛൻ കുമ്പസാരിപ്പിക്കാൻ വന്നാലും കുമ്പസാരം കഴിഞ്ഞ് ആ വൈദികൻ ബലിപീഠത്തിന് മുമ്പാകെ മുട്ടുകുത്താതെ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ കല്യാണത്തിന് വന്ന് ചിലപ്പോൾ വന്ന് കയറി ഇറങ്ങിയൊക്കെ അങ്ങ് പോകുമായിരിക്കും. അല്ലെങ്കിൽ പല കുദാശികൾക്കും വന്ന് ചിലപ്പോൾ പള്ളിയിൽ വന്ന് ജസ്റ്റ് അങ്ങ് ഇറങ്ങി പോകുമായിരിക്കും. പക്ഷെ കുമ്പസാരം കഴിയുമ്പോൾ ആ പുരോഹിതൻ ആ ജനത്തിന് വേണ്ടി ആ ബലിപീഠത്തിന് മുമ്പാകെ കെട്ടിപ്പിടിച്ച് ഒന്ന് മാപ്പ് ചോദിക്കാതെയും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെയും ഒരു പുരോഹിതനും പോകില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, അച്ഛന്മാരോട് ഈ പാവം എല്ലാം പറഞ്ഞ് അവർ വികാരജീവികളായി കൺട്രോൾ നഷ്ടപ്പെട്ട് ഇനി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുമ്പസാരിച്ചേക്കാം, അച്ഛന്മാർക്ക് ഇനി എങ്ങാനും ഞങ്ങൾ കാരണം പാവപ്രലോഭനം ഉണ്ടാകുമല്ലോ എന്നോർത്ത് ഈ ട്രോള് വരുമ്പോഴും ഫേസ്ബുക്ക് വരുമ്പോഴും കുമ്പസാരത്തെ ഒന്നും നമ്മൾ ഡിഗ്രീസ് ചെയ്യേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കുക. ഒരു കാര്യം കൂടെ ഓർക്കുക, നല്ല കുമ്പസാരം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമ്പൂർണ്ണ ക്ഷമ. പാപമോചനം എനിക്ക് അനുഭവമാകണമെങ്കിൽ, ഞാൻ എൻ്റെ പാപമേറ്റ് എൻ്റെ ദൈവം എനിക്ക് മോചിപ്പിച്ചു എന്ന അനുഭവം, കുമ്പസാരം എന്ന് പറയുന്നൊരു അനുഭവമാകണം. ചുമ്മാ കിടന്നൊരു പ്രക്രിയ നടത്തിക്കൂട്ടുന്ന പരിപാടിയല്ല. കൗൺസിലിംഗ് പോലത്തെ പണിയല്ല കുമ്പസാരം. ഏറ്റുപറഞ്ഞ് മനസ്സിന് ആശ്വാസം കിട്ടുന്ന പണിയല്ല കുമ്പസാരം. നിനക്ക് സമ്പൂർണ്ണമായി കുമ്പസാരത്തിലൂടെ ഒരനുഭവം നിനക്ക് സ്വന്തമാകണമെങ്കിൽ നിൻ്റെ കടക്കാരോട് നീ ക്ഷമിച്ചിരിക്കണം. നീ ഇന്ന് നിൻ്റെ ജീവിത പങ്കാളിയോട് ക്ഷമിക്കാതെ, നിൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബത്തോടും വാക്കുകളോടും പ്രവൃത്തികളോടും ക്ഷമിക്കാതെ നീ ആ കുമ്പസാര കൂട്ടി പോയി അച്ഛൻ്റെ 3 അല്ല 30 മണിക്കൂർ മെനക്കെടുത്തിയാൽ ഒരു കാര്യമില്ല. കുറേ നീണ്ട ലിസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാന്നല്ലാതെ ഒരു അനുഭവമില്ല. നീ ക്ഷമിച്ചുകൊണ്ടാണ് കുമ്പസാരിക്കുന്നതെങ്കിൽ, ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ അവൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ക്രിസ്തുവേ നിൻ്റെ രാജ്യത്തിലേക്ക് എന്നെയും പ്രവേശിപ്പിക്കണമേ. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പറുദീസയിലാണ്. പറുദീസ എന്ന് പറഞ്ഞാൽ നീതി, സമാധാനം, സന്തോഷം. ചുരുക്കം പറഞ്ഞാൽ ഞാനിപ്പോൾ കുരിശിൽ കിടക്കുമ്പോഴും അനുഭവിക്കുന്നത് നീതി, സമാധാനം, സന്തോഷാനുഭവം. എൻ്റെ പിതാവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ കുരിശിൻ്റെ ഓരോ വഴികളും ആബാ പിതാവുമായി ബന്ധപ്പെടുത്തിയാണ് അവനതെല്ലാം പറഞ്ഞത്. കള്ളം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുരിശിൻ്റെ അനുഭവം എനിക്ക് പറുദീസയുടെ അനുഭവത്തിലേക്ക് മാറ്റണം. അതിനവൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, നീ കളങ്കമില്ലാത്തവനാണ്, ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. 2, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റേ കള്ളൻ എന്നാ പറഞ്ഞത്? നീ ദൈവമല്ലേ, നിന്നെയും രക്ഷിക്ക് എന്നെയും രക്ഷിക്ക്. നമ്മളൊക്കെ കുമ്പസാരം കൂദാശയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പറയും, പള്ളിയിൽ എത്ര കാലായി പോകുന്നു, എത്ര കുർബാന ചെല്ലിച്ചതാ, ഞങ്ങളെത്ര കുമ്പസാരം നടത്തിയതാ, എന്നിട്ട് എന്തായി? ദൈവമാണ് പോലും അവൻ.
അവൻ തന്നെ കുരിശിൽ കിടക്കുന്നു, എന്നിട്ട് അവൻ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. നമ്മുടെയൊക്കെ കുമ്പസാരം ഇതിലേതാ സഹോദരങ്ങളെ? കുറേ പറച്ചിലല്ല കുമ്പസാരം. ഹൃദയപൂർവ്വമുള്ള ക്ഷമ നടക്കാതെ പറുദീസാനുഭവം ഇല്ലാത്തവന് കുമ്പസാരത്തിലൂടെ ഒരനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നല്ല കുമ്പസാരം നടത്തണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മളെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച, വിഷമിപ്പിച്ച വ്യക്തികളുടെയൊക്കെ പേരങ്ങ് എഴുതണം. എനിക്ക് എന്നോട് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ, എന്തൊക്കെ വൈകല്യങ്ങളാണ് എന്നീ കിടക്കുന്നത്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് അസസ് ചെയ്യാൻ നേരത്ത് അറിയാൻ പറ്റുമത്. 2, അപ്പൻ്റെ പേരെഴുതുക. അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അമ്മയുടെ പേര്, ജീവിത പങ്കാളിയുടെ പേര്, അവരുടെ അപ്പൻ്റെ അമ്മയുടെയും പേര്. അപ്പോൾ ഓരോന്നും എഴുതാൻ തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുറിവുകൾ, വേദനകൾ, സങ്കടങ്ങൾ ഒക്കെ കർത്താവ് വെളിപ്പെടുത്തി തരും. എന്നിട്ട് ഇതെല്ലാം എഴുതി വെച്ചതിന് ശേഷം യേശുവിനോട് പറയണം, ഒരു ഉപാധിയുമില്ലാതെ ഞാനിതെല്ലാം ഉപേക്ഷിക്കുന്നു, ക്ഷമിക്കുന്നു, മാപ്പ് കൊടുക്കുന്നു. എന്നിട്ട് കുമ്പസാരിക്കാൻ നേരത്ത് ഞാൻ അല്പം കൂടി മെച്ചപ്പെട്ടവനായിരുന്നെങ്കിൽ എനിക്ക് ഈ മേഖലയിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാമായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റാത്ത നന്മകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഈ ഒരു കുമ്പസാരം പൂർത്തീകരിച്ച് കഴിയുന്നതോടുകൂടി യഥാർത്ഥ ദൈവാനുഭവം കുമ്പസാരത്തിലുണ്ടാകും. കുറേ ഓർമ്മയിൽ കിടക്കുന്ന പറഞ്ഞതല്ല കുമ്പസാരം, മനസ്സിൻ്റെ കുറേ പറച്ചിലുകളല്ല കുമ്പസാരം. അത് പൂർത്തീകരിക്കണം, പരിഹാരം പൂർത്തീകരിച്ചിരിക്കണം. എന്താണ് പരിഹാരം? ഉപാധിയില്ലാതെ ക്ഷമിക്കുക. വെറുപ്പുണ്ടാക്കിയവനോട് ക്ഷമ കൊടുത്തുകൊണ്ടാണ് കുമ്പസാരത്തിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അല്ലാതെ ഉരുള് നേർച്ചയും മറ്റേ കുറച്ച് സങ്കീർത്തനും കുറച്ച് വഴിപാട് പരിപാടിയും കൊണ്ട് നടന്നാലൊന്നും നമുക്കൊരു കുമ്പസാരത്തിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഇപ്പം ഒരു ഉദാഹരണം, എൻ്റെ ജീവിത പങ്കാളി അവർ എൻ്റെ കുടുംബത്തിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വിചാരിച്ചു. നാത്തൂമാരും പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിലിരുന്ന് ഞാൻ എൻ്റെ ഭാര്യയെ പരസ്യമായിട്ട് 2 തെറിയും പറഞ്ഞ് 2 തല്ലും കൊടുത്തു. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ പാപത്തിന് പരിഹാരം ഞാൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ്റെ അടുക്കലോ മെത്രാൻ്റെ അടുക്കലോ പോയിട്ട് ഞാൻ ഒറ്റ കരച്ചിലും എൻ്റെ ഭാര്യയെ പെങ്ങന്മാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തല്ലി, അപമാനിപ്പിച്ചു, ഞാൻ വിഷമിപ്പിച്ചു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അപമാനമോ എൻ്റെ ഭാര്യയ്ക്കേറ്റ മുറിവോ സുഖപ്പെടും സഹോദരങ്ങളെ? സുഖപ്പെടുമോ? ഇപ്പം നമ്മുടെ കുമ്പസാരം എവിടം വരെ എത്തിയേക്കണേ? ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എവിടം വരെയാ? ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ പോയി പറിച്ചിട്ട് മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഒരു പ്രായശ്ചിത്തം, ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലേക്ക് നമ്മളൊന്നും വളരാറില്ല കുമ്പസാരത്തിൽ. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് എത്ര എണ്ണത്തിൻ്റെ തൊരി ഉരിച്ച് കളഞ്ഞിട്ടുണ്ടെന്നറിയോ? ചെയ്യാത്ത കാര്യങ്ങളും ചെയ്യാത്ത പ്രവൃത്തികളും ആരോപിച്ച് എത്ര എണ്ണത്തിൻ്റെ സൽപ്പേര് കളഞ്ഞിട്ടുണ്ടെന്നറിയോ? മക്കളുടെ മാത്രമൊന്നുമല്ല, ജീവിത പങ്കാളിയുടെ മാത്രമൊന്നുമല്ല, സഭയുടെ മാത്രമൊന്നുമല്ല, എത്രയോ ബന്ധങ്ങളാണ് നമ്മുടെ ഒരു നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അപമാനിച്ച് വിട്ടിരിക്കുന്ന എത്ര സംഭവങ്ങളാണ്. നിങ്ങളും ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചത്, അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ ഭാര്യയെ നിർത്തിക്കൊണ്ട്, ഇന്നാൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ഭാര്യയെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ അപമാനിച്ചു, അതെനിക്ക് തെറ്റായിപ്പോയി, അതെൻ്റെ ഭാര്യ ഇന്നസെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി അവളെ നിർത്തിക്കൊണ്ട് അവളുടെ കാല് ചുംബിക്കുകയോ അവളെ കാല് കഴുകുകയോ ചെയ്യാൻ തയ്യാറാകുമോ? അങ്ങനെ നമുക്കൊരു ഒരു സംഭവത്തിന് രണ്ടാമതൊരു റീമേക്കിങ് നമുക്ക് അവസരം കിട്ടുമോ? ഇല്ല. എത്രയോ സംഭവങ്ങളാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ ജസ്റ്റ് പറച്ചിലല്ല കുമ്പസാരം. പകരം അതിനെല്ലാം ചെയ്യാവുന്നിടത്തോളം പരിഹാരങ്ങൾ, ചെയ്യാവുന്നിടത്തോളം നന്മകൾ ആ വ്യക്തികളോടും ആ കുടുംബത്തോടും രഹസ്യമായിട്ടാണ് ചെയ്തെങ്കിൽ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുമ്പസാരത്തിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഈ ധ്യാനത്തിന് വന്നു, നിങ്ങളുടെ കൊച്ചുങ്ങൾ അവിടെ ഇരുന്ന ചട്ടികൾ നോക്കിക്കേ, ഒരു 10-12 ചട്ടി ഉണ്ടായിരുന്നു, എല്ലാം കൂടി അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. ഞാനെന്ത് ചെയ്യും? ഞാൻ പറയും, എനിക്ക് 7 എണ്ണം ഉണ്ട്, ഞാൻ എൻ്റെ 7 എണ്ണത്തിന് ഈ കോമ്പൗണ്ടിൽ കയറ്റുമ്പോൾ നിങ്ങൾക്കറിയാവോ പട്ടാള ചിട്ടിയാണ് കൊടുത്തിരിക്കുന്നത്, അടി തൊട്ട് സകല പരിപാടിയും ചെയ്യേണ്ടത്, നിങ്ങൾക്കാകെ 2 എണ്ണമേ ഉള്ളൂ, ഈ 2 എണ്ണം വന്നിട്ട് ഈ 7 എണ്ണം ഈ പണി കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇനി തിരുമേനോട് തന്നെ പറയും, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇതിനെന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോഴാണ് തിരുമേനി വരുന്നത്. എന്താ അച്ഛാ അവിടെ പ്രശ്നം?
തിരുമേനി കണ്ടില്ലേ, ഇത് ഇത്രയും ചട്ടി പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യാന്നേ? തിരുമേനി എന്നോട് ചൂടാകും. ഇവരാണെങ്കിൽ ഈ പണിയും കാണിച്ചിട്ടുണ്ട്, ഇതിന് എന്നും പറഞ്ഞ് എങ്ങനെ വിഷമിക്കുകയാണ്. തിരുമേനി പറയും, അച്ഛൻ വയലൻ്റ് ആവണ്ട, സൈലൻ്റ് ആകും. സാരമില്ല, അത് ചെറിയ കൊച്ചല്ല, അതിന് എന്നെ അറിഞ്ഞിട്ടാ, പൊക്കോ. എനിക്കിനി എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് ആശ്വാസമായി. കാര്യം എന്താ? ഇനി തിരുമേനി എന്നെ പിടിക്കില്ല. തിരുമേനിയല്ലേ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞ്, എൻ്റെ പ്രശ്നം തീർന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇതോടുകൂടി ആ ചട്ടി പൊട്ടി, ആ ചെടികളവിടെ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രായശ്ചിത്തം ആയോ സഹോദരങ്ങളെ? ആയോ? ഇല്ല. ഇനി പകരം ഇത് കേട്ടപ്പോൾ കൊച്ചിന് ഇച്ചിരി ഫീൽ ചെയ്തു, എന്നാൽ പിന്നെ ആ അച്ഛൻ്റെ സൂക്കടങ്ങ് തീർന്നേക്കാന്ന് ഓർത്ത് മൺചട്ടിക്ക് പകരം 15 പൊട്ടിച്ചെന്ന് ഓർത്തോ, 30 ഇരുമ്പിൻ്റെ, അത് നല്ല കാസ്റ്റ് അയണിൻ്റെ ചട്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു. എന്നാൽ തൻ്റെ സൂക്കടങ്ങ് തീരട്ടെ, ഇനി പിള്ളേർ വന്നിട്ട് പൊട്ടിയെന്ന് പറഞ്ഞ് മേലാലൊരു പിള്ളേരെ പേടിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് 30 ചട്ടി വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയ ചട്ടിക്ക് പരിഹാരമാവുമോ? ഇനി ചട്ടി നിറച്ചു, മണ്ണും നിറച്ചു. ചോദിക്കുന്ന ഇതാണ്, അതിൽ നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ആ ചട്ടിയിൽ നല്ല പൂക്കൾ ഉണ്ടായിരുന്നു, തിരിച്ചു തരാൻ പറ്റുമോ? തിരിച്ചു തരാൻ പറ്റുമോ? ഒരു പാപത്തിനും നമുക്കൊന്നൊരു പരിഹാരം ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരിച്ചറിഞ്ഞോ? ഭാര്യയോട് പറഞ്ഞ വാക്ക്, ഭർത്താവിനോട് പറഞ്ഞ പ്രവൃത്തി, അതല്ലെങ്കിൽ നമ്മൾ ലോകത്തോട് കാണിച്ച ഒരു പാപത്തിനും നമുക്ക് തിരിച്ച് ഒരു പരിഹാരം ചെയ്യാനില്ല. പരിഹാരം ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ആ ക്രിസ്തുവിനെ പ്രതിയുള്ള എൻ്റെ പരിഹാര ജീവിതവുമാണ് എൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഭാര്യയ്ക്കിട്ട് ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടല്ല തീരുന്നത്. പകരം അതിൻ്റെ പ്രായശ്ചിത്തം എങ്ങനെ തീരുന്നതെന്നറിയാമോ? ഈ നാത്തൂന്മാരുടെയൊക്കെ വീടുകളിലേക്ക് എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച്, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റിയെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട. അത് കാണുമ്പോൾ തന്നെ നാത്തൂന് മനസ്സിലാകും, ദേ എൻ്റെ ആങ്ങള എൻ്റെ നാത്തൂനെ സ്നേഹത്തോടെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്, അത് ചിലപ്പം ബൈ മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് അവർക്ക് കാണാവുന്ന രീതിയിൽ തിരുത്തി കൊടുക്കുക. ഈ തിരുത്തൽ കുമ്പസാരത്തിനുണ്ടാകണം. 2, 3, 5, 10 വർഷമായിട്ട് ഉള്ള കുശുമ്പും കുന്നായ്മയും വെച്ച്, വെറുപ്പും വെച്ച് ഇന്ന് കുമ്പസാരിക്കാൻ നേരത്ത് ഇതെല്ലാം ഛർദ്ദിച്ചിട്ട് വണ്ടി സർവീസ് ചെയ്ത് പോകുന്ന പണിയല്ല നമ്മുടെ ഇന്നത്തെ കുമ്പസാരം. പകരം ഇതാ ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതോടൊപ്പം ചെയ്യാൻ പറ്റാതെ പോയ നന്മകൾ, അത് ചെയ്യുമെന്ന് തീരുമാനിച്ച് ആ തീരുമാനം പുതുക്കിക്കൊണ്ട് അതെടുക്കുന്ന നിലപാടാണ് കുമ്പസാരത്തിൻ്റെ പൂർത്തീകരണം. 1 മണിക്കൂറുകൊണ്ടോ 2 മണിക്കൂറുകൊണ്ടോ തീരുന്നല്ല കുമ്പസാരം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ നന്മകൾ, മുറിപ്പെടുത്തിയ വാക്കുകൾ, മുറിവേറ്റ സംഭവങ്ങൾ, അതിന് പ്രായശ്ചിത്തവും പരിഹാരവും ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുക. ദാവീദ് കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കിയ ഒരു സുഖജീവിതം, അവൻ്റെ പശ്ചാത്താപത്തിന് ശേഷം അനുവാദം കൊടുത്തിട്ട് പോലും അവനത് ഉപയോഗിക്കാതിരുന്നത്. അതായിരിക്കണം നമ്മുടെ ഈ ധ്യാനത്തിനും ഒരു നല്ല കുമ്പസാരത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്.